ഒടിവിന് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കണത്. കപ്പ കൊണ്ടുള്ള കപ്പയും ചിക്കനും വെച്ചിട്ടുള്ള ഒരു 4 മണി പലഹാരം. കപ്പ തൊണ്ട് കളഞ്ഞ് ഉപ്പും മഞ്ഞളിട്ട് വേവിച്ച് ഫോർക്ക് കൊണ്ട് ഉടച്ചെടുത്താണ്. ഇത്രയും ചിക്കനുണ്ട്. ചിക്കൻ ഉപ്പും മഞ്ഞളിട്ട് വേവിച്ചതാണ്. എന്നിട്ട് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ അത് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കപ്പ വേവിച്ചതും ഉടച്ചത് ഇട്ട് കൊടുക്കാം. കപ്പ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കൈ കൊണ്ടെടുക്കണം. ഒരു ഒന്നര സവോള ചെറുതായിട്ട് എരിഞ്ഞേക്കുന്നതാണ്. അത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒരു തക്കാളിയും ഒരു കഷ്ണം ക്യാപ്സിക്കവും ചെറുതായിട്ട് എരിഞ്ഞേക്കുന്നതാണ് ഇട്ട് കൊടുക്കണം. പാത്രം പോരായ്ക്ക് വരും. കുറച്ച് മല്ലിയില, കുറച്ച് വേപ്പിൻ്റെ ഇല രണ്ടും കൂടി ഇട്ട് കൊടുക്കണം. രണ്ടിലും ഉപ്പിട്ടേക്കുന്നതാണ്. ഞാൻ ഈ സവോളയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള മാത്രം ഉപ്പാണ് ഇട്ടത്. കുറച്ച് ഉപ്പ്. ഞാൻ വേറെ മുളക് പൊടിയൊന്നും ഇടണില്ല. ക്രഷ് ചെയ്ത മുളകാണ്. അതൊരു വലിയ സ്പൂണ് ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി 1 സ്പൂണുണ്ട്. മുളക് പൊടി ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാനങ്ങനെ ഇടുന്നത്. മുളക് പൊടി വേറെ വേണ്ടാന്ന് വെച്ചിട്ടാണ്. ഇത് മസാല. ഇത്ര മതി. മഞ്ഞൾ ഇടണില്ല. രണ്ടിലും മഞ്ഞൾ ഇട്ടാണതാണല്ലോ. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ചെറിയ പാത്രമായിപ്പോയി. വേറൊരു പാത്രത്തിൽ പകർത്തട്ടെ. ഇതുപോലെയാണ് ഞാൻ കുഴച്ച് വെച്ചേക്കണത്. ഇതിന് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വന്നില്ല കേട്ടോ. ഞാൻ ചെറിയ ഇതുപോലത്തെ വടയാക്കി എടുക്കാൻ പോവാണ് കേട്ടോ. ഇതുപോലെയാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും പരത്താം. റോളായിട്ടോ നടു ഹോളിട്ടിട്ടോ ഞാൻ അതൊന്നും ചെയ്യണില്ല. വെറുതെ വടയായിട്ട് ഉണ്ടാക്കണം. ഞാനത് ഇതുപോലെയാണ് കേട്ടോ പരത്തി വെച്ചേക്കണേ. ഞാനത് വെളിച്ചെണ്ണയിലേക്ക് ഇടാണ്. വെളിച്ചെണ്ണ ഒരു പാൻ വെച്ച് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചേക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കണേ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കാണ്. ഒരു വശം വന്നിട്ട് മറിച്ചിടാം. ഞാൻ കുറച്ച് മൈദ കലക്കിയിട്ട് ലൂസാക്കിയിട്ട് കലക്കിയാണ് കേട്ടോ. ലൂസാക്കി കലക്കി ഇത്തിരി കുരുമുളക് ഇട്ട് കലക്കിയതാണ് കണ്ടോ. അതിനകത്ത് മുക്കിയിട്ടാണ് ഞാൻ വെളിച്ചെണ്ണ കയറ്റുന്നത്. മറ്റൊന്ന് ഇട്ടിട്ട് പൊട്ടണം.
ബ്രെഡ് ഉണ്ടെങ്കിൽ ബ്രെഡ് പൊടിയിൽ മുക്കിയാലും മതി. ബ്രെഡ് പൊടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെയാണ് കേട്ടോ ഞാൻ കപ്പയും ചിക്കൻ വെച്ചിട്ടുള്ള പലഹാരം പൊരിച്ചെടുത്തേക്കണത്. ഇതുപോലെയാണ് പൊരിക്കണത്. ഇത് വേവാറായിട്ടുണ്ട്, ഒന്നും കൂടി വേവാനുണ്ട്. എൻ്റെ കപ്പയും ചിക്കനും വെച്ചിട്ടുള്ള 4 മണി പലഹാരമാണ് കേട്ടോ, വട. അത് റെഡി ആയിട്ടുണ്ട്. കപ്പയും ചിക്കനും നല്ല കോമ്പിനേഷൻ, അല്ലെങ്കിൽ കപ്പയും ബീഫും എല്ലാം ആർക്കും ഇഷ്ടമില്ലാത്തത് ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരും അത് ചെയ്ത് നോക്കാം. ഞാൻ ചെയ്തത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യണം കേട്ടോ. കാണാൻ ശ്രമിക്കണേ. എൻ്റെ വീഡിയോകൾ കാണൽ കുറവാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് കേട്ടോ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അടുത്ത വീഡിയോയുടെ റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള പലഹാരമാണ്. എല്ലാവർക്കും നന്ദി.